ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരാം. അതുകൊണ്ട് ദൈവത്തിലുള്ള വിശ്വാസം ഉപേക്ഷിക്കരുത്. വചനം പറയുന്നു, ഞാൻ നിങ്ങളുടെ മധ്യേ തീഷ്ണതയുള്ള ദൈവമാകുന്നുവെന്ന്. തീഷ്ണതയോടെയുള്ള നിന്റെ പ്രാർത്ഥനയ്ക്ക് പ്രതിഫലം കർത്താവ് നിനക്ക് തരും. ജീവിതത്തിൽ ചില സമയങ്ങളിൽ നമുക്ക് വഴികൾ കാണാതാകും, പ്രതീക്ഷകൾ മങ്ങിപ്പോകാം, എല്ലാം നമുക്ക് അസ്തമിച്ചു പോയി നമുക്ക് തോന്നിപ്പോകാം. പക്ഷെ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്ന ഒരാൾ ഒരിക്കലും തകർന്നു പോകില്ല. ഓരോ ദിവസവും വിശ്വാസത്തോടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ചിന്തിക്കാത്ത ഉയരങ്ങളിലേക്ക് ദൈവം നമ്മെ കൊണ്ടുപോകും. അതുകൊണ്ട് എന്ത് സാഹചര്യമായാലും അവനിലേക്ക് നിന്റെ ഹൃദയത്തെ കൊടുത്തു ദൈവത്തിൽ പ്രത്യാശ വെക്കണം. അവൻ നിന്നെ ഒരിക്കലും വിട്ടുകളയുകയില്ല. വചനം ഇപ്രകാരം പറയുന്നു, റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവൻ്റെ നിശ്ചയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലവും അവൻ നന്മയ്ക്കായി, അവൻ അളവ് കൂടാതെ നമുക്ക് വേണ്ടി അവൻ തരും. ഈ വചനം കേട്ട എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ.